ചെന്നൈയിൽ എയർ ഇന്ത്യ വിമാനം ചെന്നൈയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതിനെക്കുറിച്ച് പ്രതികരിച്ച് വിമാനത്തിലെ യാത്രക്കാരനായ UDF കൺവീനർ അടൂർ പ്രകാശ് MP. ചെന്നൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാൻ എയർ ഇന്ത്യ ഏർപ്പെടുത്തിയ പകരം വിമാനത്തിൽ കയറിയ ശേഷം മനോരമ ഓൺലൈനിനോട് ടെലിഫോണിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷപ്പെട്ടത് മഹാഭാഗ്യത്തിനാണ്. ഞാൻ KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, K രാധാകൃഷ്ണൻ, തിരുനെൽവേലി MP റോബർട്ട് ബ്രൂസ് എന്നിവർ വിമാനത്തിലുണ്ടായിരുന്നു. ഇന്ന് നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഞങ്ങൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. വിമാനത്തിലാകെ 160 യാത്രക്കാരാണുണ്ടായിരുന്നത്. രാത്രി 7:20-നായിരുന്നു വിമാനം പുറപ്പെടേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ വൈകി 7:50-നാണ് വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു. ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു. ചിലർ ആശങ്ക പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ പൈലറ്റ് അറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും ഭയമായി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിലുണ്ടായിരുന്നു. അരമണിക്കൂർ വീണ്ടും ആകാശത്ത് പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാറെന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണം. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വലിയ അപകടത്തിൽ നിന്ന് കര കയറിയാണ് ഞങ്ങളെല്ലാം പകരം വിമാനത്തിൽ കയറിയിരിക്കുന്നത്. റൺവേയിലുണ്ടായിരുന്ന വിമാനവുമായി കുട്ടിമുട്ടാത്തത് തന്നെ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണ്, അടൂർ പ്രകാശ് പറഞ്ഞു. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട AIC 2453 വിമാനമാണ് ഞായറാഴ്ച രാത്രി അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. വിമാനത്തിലെ റഡാർ സംവിധാനത്തിലുണ്ടായ സാങ്കേതിക പ്രശ്നം മൂലമായിരുന്നു അടിയന്തര ലാൻഡിംഗ്. വൈകിട്ട് 7:15-നായിരുന്നു വിമാനം തിരുവനന്തപുരത്ത് നിന്നും പറന്നുയരേണ്ടിയിരുന്നത്. എന്നാൽ അരമണിക്കൂർ വൈകിയാണ് വിമാനം പുറപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെന്ന് പൈലറ്റ് അനൗൺസ്മെന്റ് ചെയ്തു. ചെന്നൈയിൽ അടിയന്തര ലാൻഡിങ്ങിനുള്ള ശ്രമം തുടങ്ങി. 2 മണിക്കൂറോളമാണ് വിമാനം ആകാശത്ത് വട്ടമിട്ട് പറന്നത്. യാത്രക്കാരാകെ പരിഭ്രാന്തരായിരുന്നു. ചിലർ ആശങ്ക പങ്കുവയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇടയ്ക്കിടെ പൈലറ്റ് അറിയിപ്പുകൾ തരുന്നുണ്ടായിരുന്നു. ഇന്ധനം കത്തിച്ചു തീർക്കാനുള്ള ശ്രമം അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഈ സമയത്തായിരുന്നു അടുത്ത പ്രതിസന്ധി. റൺവേയിൽ മറ്റൊരു വിമാനം ഉണ്ടായിരുന്നത് കാരണം ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിന് ലാൻഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയുണ്ടായി. ഇതോടെ പലർക്കും ഭയമായി. ധാരാളം സ്ത്രീകളും കുട്ടികളും വിമാനത്തിലുണ്ടായിരുന്നു. അരമണിക്കൂർ വീണ്ടും ആകാശത്ത് പറന്ന ശേഷമാണ് വിമാനം ലാൻഡ് ചെയ്യാൻ സാധിച്ചത്. റഡാറിലെ തകരാറെന്നാണ് പറയുന്നത്. എന്തായാലും വിശദ അന്വേഷണം വേണം. ഗുരുതര സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത്. ഞങ്ങൾ സഞ്ചരിച്ച വിമാനത്തിൽ പരിശോധന നടത്തുന്നു എന്നാണ് പറഞ്ഞത്. വലിയ അപകടത്തിൽ നിന്ന് കര കയറിയാണ് ഞങ്ങളെല്ലാം പകരം വിമാനത്തിൽ കയറിയിരിക്കുന്നത്. റൺവേയിലുണ്ടായിരുന്ന വിമാനവുമായി കുട്ടിമുട്ടാത്തത് തന്നെ ഭാഗ്യമാണ്. പൈലറ്റായ ക്യാപ്റ്റൻ വെങ്കടേഷിന്റെ മികവ് അഭിനന്ദനാർഹമാണ്, അടൂർ പ്രകാശ് പറഞ്ഞു. US താരിഫ് വർധനവിൽ വിമർശനവുമായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ഇന്നത്തെ ലോകത്ത് ദാദാഗിരി നടത്തുന്ന രാജ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത് അവർ സാമ്പത്തികമായി ശക്തരും സാങ്കേതിക വിദ്യയുള്ളവരുമായതുകൊണ്ടാണെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. കയറ്റുമതിയും സമ്പദ് വ്യവസ്ഥയും മുന്നേറ്റം നടത്തിയാൽ ഇന്ത്യക്ക് ആരുടെയും പിന്നാലെ പോകേണ്ടി വരില്ലെന്നും ഗഡ്കരി ഓർമ്മിപ്പിച്ചു. നാഗ്പൂരിലെ വിശ്വേശ്വരയ്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലായിരുന്നു ഗഡ്കരിയുടെ പ്രസംഗം. ദാദാഗിരിയിൽ മുഴുകുന്നവർ അങ്ങനെ ചെയ്യുന്നത് അവർ സാമ്പത്തികമായി ശക്തരായതിനാലും അവർക്ക് സാങ്കേതിക വിദ്യയുള്ളതിനാലുമാണ്. നമുക്ക് മികച്ച സാങ്കേതിക വിദ്യയും വിഭവങ്ങളും ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ആരെയും ഭീഷണിപ്പെടുത്തില്ല. കാരണം ലോകത്തിന്റെ ക്ഷേമമാണ് ഏറ്റവും പ്രധാനമെന്ന് സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നു എന്ന് ഗഡ്കരി പറഞ്ഞു. ആഗോളതലത്തിൽ നമ്മൾ വിവിധ പ്രശ്നങ്ങൾ നേരിടുന്നു. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമാണ്. അതായത് അറിവ് അതൊരു ശക്തിയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 6-ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചില ഇന്ത്യ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തുന്ന ഉത്തരവിൽ ഒപ്പുവെച്ചു. ഇതോടെ മൊത്തം താരിഫ് 50%. ഇതേ തുടർന്ന് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാര സംഘർഷങ്ങൾ വീണ്ടും രൂക്ഷമായതോടെയാണ് ഗഡ്കരിയുടെ പ്രസ്താവന. ഇത് US ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നികുതി ചുമത്തുന്ന വ്യാപാര പങ്കാളികളിൽ ഒന്നായി ഇന്ത്യയെ മാറ്റി. തുണിത്തരങ്ങൾ മുതൽ രത്നങ്ങൾ മുതൽ ഫാർമസ്യൂട്ടിക്കൽസ്, ഓട്ടോ പാർട്സ് വരെയുള്ള മേഖലകൾക്ക് ഇത് കനത്ത തിരിച്ചടിയായിരുന്നു. ഫ്ലോറിഡ ഇന്ത്യക്കെതിരെ ആണവ ഭീഷണിയുമായി പാക് സൈനിക മേധാവി അസീം മുനീർ.
തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി നേരിടുകയാണെങ്കിൽ ഇന്ത്യയെ ആണവയുദ്ധത്തിലേക്ക് തള്ളിവിടാൻ മടിക്കില്ലെന്നായിരുന്നു അസീം മുനീറിന്റെ പ്രതികരണം. ഫ്ലോറിഡയിൽ നടന്ന അത്താഴവിരുന്നിൽ സംസാരിക്കുകവെയായിരുന്നു അസീം മുനീറിന്റെ പ്രതികരണം. ഞങ്ങളൊരു ആണവരാജ്യമാണ്. ഞങ്ങൾ ഇല്ലാതാകുമെന്ന് തോന്നിയാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്ന് അസീം മുനീർ പറഞ്ഞു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡിന്റെ സ്ഥാനമൊഴിയുന്ന കമാൻഡർ ജനറൽ മൈക്കൽ കുരിലയുടെ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ യുഎസിലെത്തിയതായിരുന്നു അസീം മുനീർ. സിന്ധു നദീ ജലകരാർ താൽക്കാലികമായി റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പാകിസ്ഥാനിലെ 250 മില്യൺ ജനങ്ങളെ അപകടത്തിലാക്കിയേക്കാം എന്നും അസീം മുനീർ പറഞ്ഞു. ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കാൻ ഞങ്ങൾ കാത്തിരിക്കും. അത് നിർമ്മിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ 10 മിസൈൽ ഉപയോഗിച്ചത് തകർക്കും. സിന്ധു നദി ഇന്ത്യക്കാരുടെ കുടുംബസ്വത്തല്ല. ഞങ്ങൾക്ക് മിസൈലുകൾക്ക് കുറവില്ല, അസീം മുനീർ പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അതിവേഗ മാർഗം ഗാസ നഗരം പിടിച്ചെടുക്കൽ പദ്ധതിയാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസ് ആയുധം താഴെ വയ്ക്കാൻ വിസമ്മതിക്കുകയാണ്. ഇതിനാൽ ഇസ്രായേലിന് ജോലി പൂർത്തിയാക്കുകയും ഹമാസിന്റെ പരാജയം പൂർത്തിയാക്കുകയും അല്ലാതെ മറ്റൊരു മാർഗവുമില്ലെന്നും നെതന്യാഹു പറഞ്ഞു. ഗാസയുടെ ഏകദേശം 70% ഇസ്രായേൽ സൈനിക നിയന്ത്രണത്തിലാണ്. എന്നാൽ ഹമാസിന്റെ ചില ശക്തി കേന്ദ്രങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഇവ തുടച്ചു നീക്കാൻ ഗാസ നഗരം പിടിച്ചെടുക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇസ്രായേൽ ഗാസ കൈവശപ്പെടുത്താനല്ല മറിച്ച് സ്വതന്ത്രമാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് നെതന്യാഹു പറഞ്ഞു. ഗാസയിലേക്ക് സഹായം വർദ്ധിപ്പിക്കുന്നതിനുള്ള 3 ഘട്ട പദ്ധതിയും നെതന്യാഹു വിശദീകരിച്ചു. ഇതിൽ മാനുഷിക സഹായ വിതരണത്തിനുള്ള അതിർത്തി നിയന്ത്രണങ്ങൾ നീക്കൽ വരെ ഉൾപ്പെടും. ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇസ്രായേൽ 11 ആഴ്ചയായി ഏർപ്പെടുത്തിയ ഉപരോധം നിലവിലെ പട്ടിണി പ്രതിസന്ധിക്ക് എന്തേലും പങ്കുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ നെതന്യാഹുവിനോട് ചോദിച്ചപ്പോൾ ഇവിടേക്ക് എത്തിക്കുന്ന സാധനങ്ങൾ ഹമാസ് കൊള്ളയടിക്കുകയാണെന്ന് നെതന്യാഹു കുറ്റപ്പെടുത്തി. വർഷങ്ങൾ മുമ്പ് US നൽകിയ ചെറിയ റോക്കറ്റ് ഉപയോഗിച്ച് ഉപഗ്രഹ വിക്ഷേപണങ്ങൾക്ക് തുടക്കം കുറിച്ച ഇന്ത്യ അടുത്ത 2 മാസത്തിനുള്ളിൽ US നിർമ്മിച്ച 6500 കിലോഗ്രാം ഭാരമുള്ള ആശയവിനിമയ ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ പറഞ്ഞു. ജൂലൈ 30-ന് GSLV F-16 റോക്കറ്റിൽ നാസർ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ദൗത്യത്തിന്റെ ചരിത്രമായ വിക്ഷേപണത്തിന് പിന്നാലെ ISRO US-നായി മറ്റൊരു ഉപഗ്രഹം കൂടി വിക്ഷേപിക്കുമെന്ന് പൊതുപരിപാടിക്കിടെയാണ് ISRO ചെയർമാൻ പറഞ്ഞത്. 1963-ലാണ് ISRO സ്ഥാപിതമായത്. അന്ന് രാജ്യം വികസിത രാജ്യങ്ങളെക്കാൾ 6-7 വർഷം പിന്നിലായിരുന്നു എന്നും നാരായണൻ പ്രസംഗത്തിൽ അനുസ്മരിച്ചു. അതേ വർഷം തന്നെ ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് തുടക്കം കുറിച്ച് US ഒരു ചെറിയ റോക്കറ്റ് സംഭാവന ചെയ്തു. 1975-ൽ US നൽകിയ ഉപഗ്രഹ ഡേറ്റ വഴി 6 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ 2400 ഗ്രാമങ്ങളിലായി 2400 ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് ISRO വൻ മുന്നേറ്റമാണ് നടത്തിയത്. ഇനി ജൂലൈ 30 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിക്ക് ഒരു ചരിത്ര ദിവസമാണ്. നമ്മൾ നൈസർ ഉപഗ്രഹം വിക്ഷേപിച്ചു. ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചിലവേറിയ ഉപഗ്രഹമാണിത്. US-ൽ നിന്നുള്ള L-ബാൻഡ് SAR പേലോഡും ISRO നൽകിയ S-ബാൻഡ് പേലോഡും ഇതിൽ ഉൾപ്പെടും. ഇന്ത്യൻ റോക്കറ്റായ GSLV ആണ് ഈ ഉപഗ്രഹത്തെ കൃത്യമായി ഭ്രമണപഥത്തിലെത്തിച്ചത്. ഇന്ന് നമ്മൾ വികസിത രാജ്യങ്ങളുമായി തോളോട് തോൾ ചേർന്നു പ്രവർത്തിക്കുന്നുവെന്ന് നാരായണൻ അഭിപ്രായപ്പെട്ടു. 50 വർഷം മുമ്പ് ഉപഗ്രഹ സാങ്കേതിക വിദ്യ ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ISRO ഇതുവരെ 34 രാജ്യങ്ങളുടെ 433 ഉപഗ്രഹങ്ങൾ സ്വന്തം റോക്കറ്റുകൾ ഉപയോഗിച്ച് വിക്ഷേപിച്ചുവെന്നും നാരായണൻ പറഞ്ഞു. ചണ്ഡീഗഡ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് EVM-ൽ കുറ്റം ചാറിയതിനു പിന്നാലെ കോൺഗ്രസ് മറ്റൊരു വ്യാജ അജണ്ട പ്രചരിപ്പിക്കുകയാണെന്ന് ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സെയ്നി പറഞ്ഞു. വൻ മഹോത്സവ പരിപാടിക്കിടെ കുരുക്ഷേത്രയിൽ നടന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണങ്ങളുടെ പേരിൽ കോൺഗ്രസിനെതിരെ നായബ് സിംഗ് സെയ്നി രൂക്ഷമായ ആക്രമണം നടത്തി. 55 വർഷം രാജ്യം ഭരിച്ചവർക്ക് ജനങ്ങളുടെ പ്രതീക്ഷകൾ കൊത്തുയരാൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ അവർക്ക് പുറത്തേക്കുള്ള വാതിൽ ജനങ്ങൾ കാണിച്ചുകൊടുത്തു എന്ന് നായബ് സിംഗ് സെയ്നി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ചിലർ വിമർശനം ശീലമാക്കുകയാണ്. ഇന്നത്തെ പ്രതിപക്ഷത്തിന്റെ പങ്ക് ആശങ്കാജനകമാണ്. EVM-കളിലായിരുന്നു മുൻപ് അവർ കുറ്റങ്ങൾ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇപ്പോൾ രാജ്യത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞ പ്രതിപക്ഷത്തിന്റെ ഒരു വലിയ നേതാവ് വോട്ട് കൊള്ള എന്ന മറ്റൊരു വ്യാജ അജണ്ടയുമായി വന്നിരിക്കുന്നു. വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടതല്ലെന്നും മറിച്ച് അവരുടെ തെറ്റായ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങൾ അവരെ തള്ളിക്കളഞ്ഞതാണെന്നും ആരെങ്കിലും അവരോട് പറയണം എന്നും നായബ് സിംഗ് സെയ്നി പറഞ്ഞു. BJP-യും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിക്കിലൂടെ വോട്ടെടുപ്പിൽ വലിയ ക്രിമിനൽ തട്ടിപ്പ് നടന്നു എന്നായിരുന്നു വ്യാഴാഴ്ച രാഹുൽ ഗാന്ധി ആരോപിച്ചത്. കർണാടകയിലെ ഒരു മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ ചൂണ്ടിക്കാണിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം. 300 കിലോമീറ്റർ അകലെ നിന്ന് നിരീക്ഷണ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടത് പാകിസ്ഥാന് വലിയ മാനസിക പ്രതിഷേധം സൃഷ്ടിച്ചുവെന്ന് റിപ്പോർട്ട്. 300 കിലോമീറ്റർ അകലെ നിന്ന് ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ വിമാനം വെടിവെച്ചിട്ടതിനെ കുറിച്ച് എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗിന്റെ പരാമർശം ഇന്ത്യയുടെ അഭൂതപൂർവമായ വ്യോമ മേധാവിത്വത്തെ പ്രതിഫലിക്കുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂരിനെതിരെ പാകിസ്ഥാന് വലിയ മാനസിക പ്രഹരമേൽപ്പിച്ചതായി സൈനിക ഉദ്യോഗസ്ഥരും പറഞ്ഞു.
ശനിയാഴ്ച നടന്ന ഒരു പരിപാടിയിലാണ് അമർപ്രീത് സിംഗ് ഓപ്പറേഷൻ സിന്ദൂരിന്റെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത്. ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ കര-വ്യോമ ആക്രമണമാണിതെന്നും അമർപ്രീത് സിംഗ് പറഞ്ഞു. 300 കിലോമീറ്ററോ അതിലധികമോ ദൂരത്ത് നിന്ന് കരയിൽ നിന്നുള്ള ഒരു മിസൈൽ അത്തരമൊരു വസ്തുവിനെ വീഴ്ത്തുമെന്നതിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ ഇല്ലാത്തതിനാലാണ് ഇത് പ്രാധാന്യമർഹിക്കുന്നതെന്ന് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോട് PTIയോട് പറഞ്ഞു. ആ ആക്രമണം പാകിസ്ഥാൻ സേനയ്ക്ക് മാനസികവും തന്ത്രപരവുമായ വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. ഇത് പാകിസ്ഥാന് മറികടക്കാൻ പ്രയാസമായിരിക്കുമെന്ന് മറ്റൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു. പാകിസ്ഥാന്റെ എല്ലാ കോണുകളിലും ഇന്ത്യക്ക് വ്യോമാക്രമണം നടത്താൻ സാധിക്കുമെന്ന് ഈ വ്യോമാക്രമണത്തിലൂടെ തെളിയിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. റഷ്യൻ നിർമ്മിത S-400 വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യയെ വ്യോമ മേധാവിത്വം ശക്തിപ്പെടുത്താൻ സഹായിച്ചുവെന്നും റിപ്പോർട്ടുകൾ പറയുന്നു.